സംസാരിക്കുകയാണ്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കൂടി പോകുന്നു. ആശാപ്രവർത്തകരുടെ സമരം പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാറിന്റെ അധ്യക്ഷതയിലുള്ള സമിതിയിൽ 5 പേരാണുള്ളത്. ആശാമാരുടെ ഓണറേറിയം, സേവന കാലാവധി എന്നിവ പഠിച്ച് 3 മാസത്തിനകം റിപ്പോർട്ട് സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പിനും നൽകണം. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, ഉന്നതതല സമിതി രൂപീകരിച്ചിരിക്കുന്നു. ഈ ഹരിത വി കുമാറിന്റെ അധ്യക്ഷതയിലാണ് ഈ ഒരു സമിതി. ഒപ്പം ഈ ഒരു സമിതിയിൽ ഉൾപ്പെട്ട മറ്റ് 4 പേർ ആരൊക്കെയാണ്, എങ്ങനെയൊക്കെ ആയിരിക്കും, എപ്പോഴത്തേക്കായിരിക്കും ഇതിനെ സംബന്ധിച്ച് ഈ ഒരു സമിതിയുടെ റിപ്പോർട്ട് സമർപ്പണമൊക്കെ ഉണ്ടാവുക? കാളിദാസ്, ആശാ വർക്കർമാരുടെ സമരം ഏകദേശം 100 ദിവസം പിന്നിടാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ഉന്നത അധികാര പഠന സമിതിക്ക് രൂപം നൽകുവാൻ സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസം 2-ാം തീയതി ആയിരുന്നു ആശാ വർക്കർമാരുമായിട്ടൊരു കൂടിക്കാഴ്ച ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തിയത്. അന്ന് ഒരു പഠന സമിതിക്ക് രൂപം നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആശാ വർക്കർമാരുടെ സംഘടന അതിനോടുള്ള വിയോജിപ്പ് അറിയിച്ചിരുന്നു. തൊട്ടു പിന്നാലെ ഏകദേശം 38 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഉന്നത പഠന സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഹരിത വി കുമാർ ആയിരിക്കും ഇതിന്റെ ചെയർപേഴ്സൺ. അവര് ശിശു വികസന വകുപ്പിന്റെ ചെയർപേഴ്സൺ കൂടിയാണ്. അത് മാത്രവുമല്ല, ഇത് കൂടാതെ ആരോഗ്യവകുപ്പിന്റെ ഒരു ഡയറക്ടർ അതിനൊപ്പം തന്നെ തൊഴിൽ, ധനവകുപ്പുകളിൽ നിന്നും NHM നിന്നും ഓരോരുത്തരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമിതിയാണ് ഇപ്പോൾ പഠനത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. ഈ പേരുകൾ കൂടി കിട്ടിയതിന് ശേഷം പൂർണ്ണതോതിൽ ഇതിന്റെ പ്രവർത്തനം തുടങ്ങും. ആദ്യഘട്ടത്തിൽ ഈ ആശാ വർക്കർമാരുടെ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകൾ, ഒപ്പം ആശാ വർക്കർമാരുടെ സ്വതന്ത്ര സംഘടനകൾ, ഇവരുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടായിരിക്കും മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക. പ്രധാനമായും ഇവർക്ക് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിരിക്കുന്നത് ഓണറേറിയം വർധന, ഒപ്പം ഈ ആശാ വർക്കർമാരുടെ വിരമിക്കൽ പ്രായം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചൊരു പഠനം ആണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ അവർ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് ഇവരുടെ ഓണറേറിയം വർധനയാണ്. 7,000 നിന്നും അത് 10,000 ഉയർത്തണം എന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ഉന്നയിച്ചുകൊണ്ട് അവരുടെ സമരം കാസർഗോഡ് നിന്ന് ആരംഭിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ അവരുടെ സമരം കൂടി വ്യാപകമായി നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉന്നത പഠന സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഈ പഠന സമിതിയുടെ റിപ്പോർട്ട് 3 മാസത്തിനകം നൽകണം എന്നാണ് ഇപ്പോൾ ഈ സമിതി അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ഇനിയുള്ള വേതന വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുക എന്നുള്ളൊരു സൂചന കൂടി ഈ പഠന സമിതിയുടെ തീരുമാനത്തിലെത്തിയതിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും വളരെ വലിയ കാലതാമസമില്ലാതെ തന്നെ ഈ ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകും. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കും എന്ന് ആരോഗ്യവകുപ്പും പറയുന്നുണ്ട്. കാളിദാസ്, ശരി, വ്യക്തമാണ്. ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്.